2025 ഡിസംബർ മാസം പിറക്കുകയും ലോകമെമ്പാടും യേശുക്രിസ്തുവിൻ്റെ തിരുപ്പിറവിയുടെ ആഘോഷമായ ക്രിസ്തുമസിന് വേണ്ടി ഒരുങ്ങുകയും ചെയ്തതിനു ശേഷം ക്രിസ്തുമസ് ആഘോഷങ്ങൾക്കെതിരെ ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം നടമാടിയത് കടുത്ത ആക്രമണമായിരുന്നു. ഒഡീഷയിൽ ക്രിസ്തുമസ് അലങ്കാരങ്ങളും സാന്താക്ലോസിൻ്റെ മുഖംമൂടിയുമൊക്കെ വിറ്റുകൊണ്ടിരുന്ന തെരുവ് കച്ചവടക്കാർക്കെതിരെ ഒരുപറ്റം ഹൈന്ദവ തീവ്രവാദികൾ അഴിഞ്ഞാടിയപ്പോൾ മധ്യപ്രദേശിലെ ജംബൽപൂരിൽ ഭിന്നശേഷിക്കാരുടെ ക്രിസ്തുമസ് ആഘോഷങ്ങളെ അലങ്കോലമാക്കി BJP വനിതാ നേതാവിൻ്റെ നേതൃത്വത്തിൽ കയ്യേറ്റം ചെയ്തത് അന്ധയായ ഒരു ക്രൈസ്തവ യുവതിയായിരുന്നു. ഛത്തീസ്ഗഡിലാവട്ടെ മതപരിവർത്തന ആരോപണങ്ങൾ ഉയർത്തി ക്രിസ്തുമസ് നാളിൽ പോലും ബന്ധും ആക്രമണവും നടത്തി ക്രൈസ്തവ വിരുദ്ധത ആളിക്കത്തിക്കുകയാണ്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ വാക്കുകൾ കടമെടുത്താൽ വട്ടന്മാരായ ഒരു പറ്റം അസ്വസ്ഥ മാനസർ ഈ വർഷം ക്രിസ്തുമസ് ദിനങ്ങളിൽ വർഗീയ ദുരുദ്ദേശത്തോടെ രംഗത്തിറങ്ങിയിരിക്കുകയാണ്. എല്ലാ മതസ്ഥർക്കും തുല്യ അവകാശങ്ങൾ മാത്രമുള്ള ഇന്ത്യ മഹാരാജ്യത്ത് ക്രിസ്ത്യാനികൾക്ക് നേരെ അരങ്ങേറുന്ന അങ്ങേയറ്റം അപലപനീയമായ ഇത്തരം വർഗീയ നീക്കങ്ങൾക്കും മെക്കിട്ടുകയറ്റങ്ങൾക്കുമെതിരെ രാജ്യവ്യാപകമായി കടുത്ത പ്രതിഷേധങ്ങളാണ് ഉണ്ടായത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ആശങ്ക അറിയിച്ചുകൊണ്ട് കത്തോലിക്ക സഭയിലെ മെത്രാന്മാരുടെ സംഘടന ശക്തമായ ഒരു പ്രസ്താവന ഇറക്കുകയും അതിൻ്റെ എല്ലാം വെളിച്ചത്തിൽ ജബൽപൂരിലെ അസഹിഷ്ണുവായ ആ സ്ത്രീക്കെതിരെ BJP നോട്ടീസ് നൽകുകയും ചെയ്തിരുന്നു. അതോടെ കേന്ദ്ര സർക്കാർ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ആശങ്കകളെ അതേ അളവിൽ പരിഗണിക്കുകയും കാര്യങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുകയും ചെയ്യുമെന്ന ഒരു പ്രതീതി ഉണ്ടായിരുന്നു. എന്നാൽ അത്തരം പ്രതീക്ഷകളെല്ലാം അട്ടിമറിച്ചുകൊണ്ട് ക്രിസ്തുമസ് തലേന്ന് വീണ്ടും വെറിയിളകിയ ഹിന്ദുത്വ ഗുണ്ടകൾ കാവി തുണി ഉരിഞ്ഞ് തലയിൽ കിട്ടിക്കൊണ്ട് ഛത്തീസ്ഗഡിലെ റായൂരിലെ ഒരു ഷോപ്പിംഗ് മാളിലേക്ക് കയറിച്ചെന്ന് അവിടെ ക്രമീകരിച്ചിരുന്ന ക്രിസ്തുമസ് അലങ്കാരങ്ങൾ അടിച്ചു തകർത്തുകൊണ്ട് അഴിച്ചുവിട്ടത് കടുത്ത ആക്രമണങ്ങളായിരുന്നു. റായ്പൂരിലെ വിധാൻസഭ റോഡിലുള്ള മാഗ്നറ്റോ മാളിലായിരുന്നു സംഭവം അരങ്ങേറിയത്. ബജറംഗ് ദൾ പ്രവർത്തകരാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് സൂചനകൾ. മാളിൻ്റെ മധ്യസ്ഥാനത്തായി സ്ഥാപിച്ചിരുന്ന കൂറ്റൻ ക്രിസ്തുമസ് ട്രീയും നക്ഷത്രങ്ങളും മറ്റ് അലങ്കാര വസ്തുക്കളും സംഘം തകർത്തെറിഞ്ഞു. ജയ് ശ്രീറാം വിളികളുമായി 100ഓളം പോന്ന മത തീവ്രവാദികൾ മാളിനുള്ളിലേക്ക് ഇരച്ചു കയറി അവിടെ ഉണ്ടായിരുന്ന സന്ദർശകരെ ഭീതിയിലാഴ്ത്തി ക്രിസ്തുമസ് ആഘോഷങ്ങൾ ഹിന്ദു സംസ്കാരത്തിന് വിരുദ്ധമാണെന്നും മതപരിവർത്തനത്തെ പ്രോത്സാഹിപ്പിക്കുന്നുവെന്നും ആരോപിച്ചുകൊണ്ടാണ് ആക്രമണം അഴിച്ചുവിട്ടത്. പോലീസ് സ്ഥലത്തെത്തിയപ്പോഴേക്കും അക്രമികൾ അവിടുന്ന് വിട്ടിരുന്നു. മതേതര മൂല്യങ്ങളുടെ ഭരണഘടനാപരമായ അവകാശങ്ങൾ നിലനിൽക്കുന്ന ഇന്ത്യൻ മണ്ണിൽ സഹനത്തിൻ്റെ പ്രതീകങ്ങളായ ക്രൈസ്തവർക്കെതിരെ മെക്കിട്ട് കയറാൻ ഒരുങ്ങുമ്പോഴൊക്കെ മതവെറിയന്മാരായ തീവ്ര ഹിന്ദുത്വവാദികൾ പൊക്കിപ്പിടിച്ചിരുന്നത് മതപരിവർത്തന ശ്രമങ്ങൾ നടത്തിയെന്നാണ്. റായ്പൂരിലെ മാളിൽ ക്രിസ്തുമസ് പാപ്പയുടെ ബൊമ്മയെ കണ്ടുപോലും അസഹിഷ്ണുത പെരുകുന്ന ആ വട്ടന്മാർ ഇതെല്ലാം അടിച്ച് തകർത്തതിന് മുന്നോടിയായി വിളിച്ചു പറഞ്ഞതും അതേ പല്ലവി തന്നെയായിരുന്നു. സമാധാനത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും പങ്കുവയ്ക്കലിൻ്റെയും ആഘോഷമായ ക്രിസ്തുമസ് രാജ്യത്തിൻ്റെ നിയമവൃത്താന്തങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് ആഘോഷിക്കുകയും കച്ചവടത്തിന് ഇതേ സർക്കാർ നൽകിയിരിക്കുന്ന ലൈസൻസ് ഉള്ളവർ ആഘോഷങ്ങൾക്കുള്ള സാമഗ്രികൾ വിൽക്കുകയും മാത്രം ചെയ്തതുമല്ല, അവരുടെ മെക്കിട്ട് കയറാനുള്ള ഈ തീവ്രവാദികൾക്ക് അനുമതി പത്രമായി ഉപയോഗിക്കുന്നത് RSSൻ്റെയും BJPയുടെയും സർക്കാർ കേന്ദ്രം ഭരിക്കുന്നത് കൊണ്ടാണ് എങ്കിൽ മതാർബുദം മനസ്സിൽ മുറ്റി നിൽക്കുന്ന ഈ തെമ്മാടിക്കൂട്ടങ്ങളെ നിലക്കി നിർത്തുവാൻ പ്രധാനമന്ത്രി കർശനമായ നടപടി എടുത്തേ മതിയാകൂ. ഇല്ലാത്ത മതപരിവർത്തന ആരോപണവുമായി ക്രിസ്തുമസിനും ക്രൈസ്തവ അനുഷ്ഠാനങ്ങൾക്കുമെതിരെ അസ്വസ്ഥത പെരുത്ത തീവ്ര ഹിന്ദുത്വവാദികൾ അഴിഞ്ഞാടുന്നത് രാജ്യം ഭരിക്കുന്ന സർക്കാരിൻ്റെ ഒത്താശയോടെയാണ് എന്ന് രാജ്യത്തെ ക്രൈസ്തവ നേതൃത്വം ഇതുവരെ വിശ്വസിക്കുന്നില്ല. എന്നാൽ BJPയും RSSും രാജ്യം ഭരിക്കുന്നത് കൊണ്ട് ഞങ്ങൾക്കിവിടെ എന്തുമാകാമെന്ന തോന്നലിലാണ് കാവിത്തുണി തലയിൽ കിട്ടുന്നവന്മാരെല്ലാം ക്രൈസ്തവർക്കെതിരെ അവരുടെ ആഘോഷങ്ങൾക്കെതിരെ നിരന്തരമായി മെക്കിട്ടുകയറ്റങ്ങൾ നടത്തുന്നത് എങ്കിൽ അത് അടിയന്തരമായി അവസാനിപ്പിച്ചേ തീരൂ. അതിനായി പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഉടനടി നടപടി സ്വീകരിച്ചേ മതിയാകൂ. ക്രൈസ്തവർക്ക് ആരുടെയും ഒരു ഓശാരവും വേണ്ട. എന്നാൽ ഇന്ത്യയുടെ ജനാധിപത്യ പ്രക്രിയയിൽ നിർണായക സ്ഥാനം വഹിക്കുന്ന ക്രൈസ്തവരെ രാജ്യത്തിൻ്റെ പല സംസ്ഥാനങ്ങളിലും രണ്ടാംകിട പൗരന്മാരായി കണ്ടുകൊണ്ടുള്ള മെക്കിട്ടുകയറ്റങ്ങൾ അവസാനിപ്പിച്ചേ മതിയാകൂ.